ദൈവവചനത്തെ മാനിക്കുന്നവനെ ദൈവം മാനിക്കും. ഇത് വചനമാണ്, വചനത്തിന്റെ വാഗ്ദാനം. ഇത് സംഭവിക്കും. അതല്ല വിഷയം. നമ്മുടെ കൺമുമ്പിൽ നമ്മൾ അനുഭവിച്ച സുവിശേഷത്തിന്റെ കയ്യൊപ്പ് അതുണ്ടോ എന്നുള്ളതാണ് വിഷയം. കരയുമ്പോ എന്തിനു വേണ്ടി കരയുന്നു? നമുക്ക് ലക്ഷ്യമാണ്. ഞാൻ എന്തിനു വേണ്ടിയാ കരയുന്നത്? ഓരോ കാര്യങ്ങളെ കുറിച്ച് കരയാനുണ്ട്. അപ്പോഴാണ് ഈ ആത്മരക്ഷയുടെ കാര്യം പറയുന്നത്. വേറെ ഒന്നും പറയാനില്ല. രോഗശാന്തിയെ കുറിച്ച് പറച്ച, വിവാഹം നടക്കുന്ന കാര്യം പറച്ച, മക്കളുണ്ടാകുന്ന കാര്യം പറച്ച, കടം തീരുന്ന കാര്യം പറച്ച, ജോലി കിട്ടുന്ന കാര്യം പറച്ച. അതിന് സുവിശേഷം പറയേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ വചനം വായിച്ചാൽ പോരെ. ഹല്ലേലൂയ. ഇതൊക്കെ കിട്ടാൻ വെറുതെ വീട്ടിൽ നിന്ന് നിങ്ങൾ ഒരു അരമുക്കാൽ മണിക്കൂർ വെറുതെ ഈ ബൈബിൾ എടുത്ത് വായിച്ചാൽ മതി. ഇതെല്ലാം ഇങ്ങോട്ട് വരും, വീട്ടിലേക്ക് വരും. പുറത്തേക്കൊന്നും പോകണ്ട, വീട്ടിലേക്ക് ലോറി പിടിച്ചു വരും. ഹല്ലേലൂയ. ഒരിക്കലും നശിച്ചു പോകാത്ത ഒരുവന്റെ ആത്മാവിനെ ഓർത്ത് കരയണമെന്ന എസെക്കിയേൽ പ്രവാചകൻ എഴുതി വെച്ചിരിക്കുന്നത്. അവന്റെ ആത്മസ്ഥിതി ഓർത്ത് കരയാൻ പറ്റണം. നശിച്ചു പോകുന്ന ഒരു ആത്മാവിനെ കാണുമ്പോൾ ആത്മസ്ഥിതി ഓർത്ത് നിനക്ക് കരച്ചിൽ വരണം. ഇതാണ് സുവിശേഷത്തിന് വേണ്ടിയിട്ടുള്ള കരച്ചിൽ. ഇതാണ് പരിശുദ്ധാത്മാവിലുള്ള ദാഹം.